ഇന്ത്യയിലെ നേതാക്കൾ കണ്ടുപഠിക്കണം. ഇതാണ് നിയമം, ഇങ്ങനെ ആയിരിക്കണം നിയമം. രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ കൂട്ടുനിൽക്കുന്നവൻ ഏതവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ വിചാരണ കൂടാതെ തൂക്കിലേറ്റാനുള്ള ധൈര്യം കാണിക്കണം. അതിനുള്ള ധൈര്യമുണ്ടോ, ചങ്കുറ്റമുണ്ടോ ഇന്ത്യൻ നേതാക്കൾക്ക്? രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ കൂട്ടുനിൽക്കുന്നത് അത് സ്വന്തം തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും അവരെയൊക്കെ വിചാരണ കൂടാതെ തൂക്കിലേറ്റാനോ അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാനോ ഉള്ള ചങ്കുറ്റമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവില്ല. കാരണം പേര് നോക്കിയും മതം നോക്കിയും ഭീകരവാദ പട്ടം ചുമത്തിക്കൊടുക്കുന്ന നേതാക്കളാണ് നമ്മുടെ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് രാജ്യത്തിന്റെ മാനം കാക്കാൻ വേണ്ടി പാകിസ്ഥാനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സോഫിയ ഖുറേഷി. ആ സോഫിയ ഖുറേഷിയെ ചാണകവും തീട്ടവും മാത്രം കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരു BJPയുടെ മന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഭീകരവാദികളുടെ സഹോദരി എന്നാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ നേതാക്കൾ. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഭീകരവാദികൾ പുറത്തല്ല, രാജ്യത്തിന് പുറത്തല്ല, രാജ്യത്തിനകത്താണ്. ഇതുപോലുള്ള കൃമികീടങ്ങളാണ് നമ്മുടെ രാജ്യത്തെ നമ്മൾ പോലും അറിയാതെ ഒറ്റിക്കൊടുത്ത് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം.